ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അമ്മമാരെ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ തലയിലെ പെയിൻ ശല്യം എന്നുള്ളത്. സോ അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. സോ നമ്മൾ ഇതിന് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ അടുത്ത് വെച്ചേക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഏതെങ്കിലും ഒരു ഹെയർ ഓയിൽ നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ വേണ്ടുന്നത് ഒരു കോമ്പാണ്. അത് കയ്യിലുള്ള ഏത് കോമ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഇതുപോലെയുള്ള ഒരു ലൈസിൻ്റെ എഗ്ഗൊക്കെ എടുക്കാൻ പറ്റുന്ന, ഇപ്പം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് മിക്കവരുടെ കയ്യിലും ഉണ്ടാകും, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ആമസോണിലൊക്കെ ഈ ഒരു കോമ്പ് നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതാണ്. പിന്നെ ഒരു വൈറ്റ് ക്ലോത്ത് വേണം. പിന്നെ ഒരു മഗ്ഗിൽ വെള്ളം നിങ്ങൾ എടുത്ത് വെച്ചേക്കാം. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടുന്ന ആളാണ് ഐവേറിയയുടെ ഷാംപൂ ആണ്. ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല. ഞാൻ മിക്ക ബ്രാൻഡ്സും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഐവേറിയയുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. എഗ്ഗ് വരെ നശിച്ചു പോകുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും ഈ ഒരു പ്രോഡക്റ്റ് ചിലപ്പം പറ്റിയെന്ന് വരില്ല അല്ലെ, ചിലർക്ക് ഡ്രൈ സ്കിൻ ആയിരിക്കാം, സെൻസിറ്റീവ് സ്കിൻ ആയിരിക്കാം. സോ എപ്പോഴും ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും നിങ്ങളൊരു പാച്ച് ടെസ്റ്റ് ചെയ്യുക. ഒന്നില്ലെങ്കിൽ ചെവിട്ടിൻ്റെ പുറകിലായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നെക്കിൻ്റെ പുറകിലായിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ്സ് ഓർ 1 അവർ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അതിൽ പ്രോബ്ലം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളൊരു വൈറ്റ് ക്ലോത്ത് നമ്മുടെ ദേഹത്തോട്ടേക്ക് ഇട്ടേക്കുക. കാരണം മേത്തേക്കൊക്കെ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പേന് വീഴുന്നത് നമുക്ക് കാണണമല്ലോ. ഇനി ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ പറഞ്ഞാലും നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഹെയർ ഓയിലായാലും വേണ്ടില്ല, അത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ മോളുടെ തലയിൽ നന്നായിട്ട് ഓയിലൊക്കെ കൊടുത്ത് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് ഒരു കോമ്പാണ്. മുടിയിൽ വല്ല ചിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ഒന്ന് പോക്കി കൊടുക്കാം. ഇനി നമുക്ക് മുടി സെക്ഷനാക്കി വെച്ചതിന് ശേഷം ഇത് കണ്ടോ, ഇതൊക്കെ ലൈസിൻ്റെ എഗ്ഗാണ്. സോ നമുക്ക് അതിനാണ് ഇത് യൂസ്ഫുൾ ആവുന്നത്. അത് മുടിയിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. ഇത് കണ്ടോ, പേനും ഈരൊക്കെ തന്നെ അതിൻ്റെ കൂടെ വരും. കണ്ടോ, ഇത് നമ്മൾ ഒരു ഓയിൽ മസാജ് കൊടുത്ത് നമ്മളിത് വലിക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ മുടി ഒന്ന് സോഫ്റ്റ് ആവും, കുട്ടികൾക്ക് വേദനിക്കില്ല. അപ്പോൾ ഡ്രൈ ഹെയർ ഒക്കെ ആണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിക്കും, നമ്മളിത് വെച്ച് വലിക്കുമ്പോഴത്തേക്ക് അവർക്ക് നന്നായിട്ട് വേദനിക്കും. പിന്നെ മുടി പൊട്ടിപ്പോവാനുള്ള ചാൻസും കൂടുതലാണ്. ഒരു ഭയങ്കര സെൻസിറ്റീവ് ഏരിയ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഓയിൽ മസാജ് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പേന് കിട്ടും. അപ്പോൾ ഞാൻ ആ കോമ്പ് വെച്ചിട്ട് നന്നായിട്ട് വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നേരത്തേനേക്കാളും നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ആഴ്ചയിൽ 2 ദിവസം യൂസ് ചെയ്യുക. അപ്പോഴേ കംപ്ലീറ്റ് ആയിട്ട് നമുക്കിത് ഫസ്റ്റ് യൂസ് തന്നെ നല്ല റിസൾട്ട് ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഇനിയും മക്കൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് വീക്ക്ലി 2 യൂസ് ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മെഡിസിൻ യൂസ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ നമ്മൾ ഐവേറിയയുടെ ബോട്ടിൽ എടുത്തു. ഇതുപോലെയുള്ള ഒരു കുഞ്ഞ് പാക്കിംഗ് ആണ് വരുന്നത്. നമ്മളിപ്പം ഡയറക്റ്റ് യൂസ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളാണ്. അവർക്ക് ചിലപ്പം എന്തെങ്കിലും എന്താ പറയുക, സ്കാൽപ്പിന് എന്തെങ്കിലും ഇച്ചിങ് ഒന്നും വരണ്ട. ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി മൈൽഡായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിൽ ഡൈല്യൂട്ട് ചെയ്ത് എടുക്കുന്നത്. കുറച്ച് വെള്ളം എടുക്കുക, അതിൽ നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ ഒരു 3 സ്പൂൺ കണക്കിന്, സ്പൂൺ വൈസാണ് പറയുന്നതെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ നമ്മളിത് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യുക. ഈ ഡൈല്യൂട്ട് ചെയ്തത് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കുട്ടികൾ കണ്ണടച്ചിരുന്നോട്ടെ, കണ്ണിലാവാണ്ട് ശ്രദ്ധിക്കുക. നീറും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അവർക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഹെയർ മുന്നിലോട്ടേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബുഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. അപ്പം
നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്തു, ഈ ഷാമ്പു നമ്മൾ തേച്ചു. ഇനി ഒരു 10 to 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോഴത്തേക്കും നമ്മൾ ഈ കോമ്പ് കഴുകി വെക്കണം. കാരണം കുളിച്ച് വന്നതിന് ശേഷം ഒന്നും കൂടി നമുക്ക് അതിൻ്റെ ഈരും കാര്യങ്ങളും ഒക്കെ ഒന്ന് വലിച്ചെടുക്കാം. നമ്മൾ ഹെയറൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തു. നമുക്കിപ്പോൾ നോക്കിയാൽ തന്നെ കാണാം തല നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഞാൻ പറയാൻ മറന്നു, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ആ കോമ്പ് ഇൻസ്റ്റാമാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അതൊന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കയ്യിലില്ല എന്നുണ്ടെങ്കിൽ. സോ ഇത് വീക്ക്ലി ട്വൈസ് യൂസ് ചെയ്യുക. അല്ല ഇപ്പോൾ തലയ്ക്ക് എങ്ങനെയുണ്ട്? സുഖമുണ്ടോ? അങ്ങോട്ട് നോക്കി പറ. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. മറ്റൊരു വീഡിയോയിൽ പിന്നെ കാണാം. ബൈ.